ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ആദ്യം തന്നെ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ തമ്പിസാർ പ്രസംഗിക്കും എന്ന് വിചാരിച്ചുകൊണ്ടേയിരുന്നു. ഇത് തലതിരിച്ചു എന്നല്ലോ എന്ന് വിചാരിച്ചു. തമ്പിസാറായിരിക്കും പ്രസംഗിക്കാമെന്ന് വിചാരിച്ചപ്പോട്ടെ. അത് പ്രസംഗത്തിനിപ്പോൾ ഇവിടെ വിഷയവും ഇല്ലായോ ബുദ്ധിമുട്ടൊന്നുമല്ല. നമ്മളൊക്കെ വിശ്വാസികളാണ്, ചുരുക്കത്തിൽ അത്രയും. വലിയ അതിൻ്റെ മുകളിലേക്കൊന്നും നമ്മൾ ചിന്തിക്കാൻ പോകണ്ട. വിശ്വാസം, അതായത് ഇംഗ്ലീഷിൽ അതിന് ഫെയ്ത്ത്, വിശ്വാസം. എൻ്റെ ഇന്നത്തെ പ്രസംഗം തന്നെ വിശ്വാസത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിശ്വാസത്തിലുള്ള ചില കാര്യങ്ങൾ ബൈബിള് പഠിച്ചു വരുമ്പോൾ പല ഭാഗങ്ങളിലായി വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് പല രീതിയിലാണ്. ഇപ്പോൾ നമ്മൾക്ക് 2 പത്രോസിൻ്റെ ലേഖനം എടുത്തിട്ട് അതിൻ്റെ 2ൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. അവിടെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായിട്ട് പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ, ആർക്ക്? ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ, അവർക്ക് ലഭിച്ചതുപോലെ, അപ്പോസ്തലന് ലഭിച്ചതുപോലെ എന്നിട്ട് പറയുകയാണ്, ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം. ശ്രദ്ധിക്കൂ, അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പം വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത, വിലയുണ്ട്, വിലയേറിയതാണ്. അത് അവർ പ്രാപിച്ച ആ വിശ്വാസം തന്നെ നമ്മളെയും കാണുകയാണ്. അതായത് വിശ്വാസികളെയും അതേ അർത്ഥത്തിൽ കാണുകയാണ്. അതിൽ ഒട്ടും കുറച്ച് കാണുകയല്ല ഇവിടെ കാണുന്നത്. നമുക്ക് യൂദയുടെ ലേഖനം എടുക്കുമ്പോൾ അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുമ്പോൾ ആ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു എന്ന് ശ്രദ്ധിക്കൂ. അവിടെ 20-ാം വാക്യം പറയുന്നത്, നിങ്ങളോ പ്രിയമുള്ളവരെ. പ്രിയമുള്ളവരെ എന്ന് പറയുമ്പോൾ തന്നെ പോലെ തന്നെ നമ്മളെയും ഒന്നിച്ചു കാണുന്ന ഒരു രീതി അവിടെ കാണുകയാണ്. വെവ്വേറെ തിരിച്ചു കാണുകയല്ല യൂദ ചെയ്യുന്നത്, ഒരുമിച്ച് കാണുകയാണ്. അവിടെ പറയുന്ന ഇതാണ്, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ നോക്കൂ, എന്തൊരു മനോഹരമായ രീതിയിലാണ് ആ കാര്യം അവതരിപ്പിക്കുന്നത്. ആ സഭയോട് പറയുന്നത് അത് പൊതുവായിട്ട് താനായിട്ട് ഒരു പ്രത്യേക ലക്ഷ്യത്തിൽ, അതായത് ലേഖനം എഴുതുവാൻ ആഗ്രഹിച്ചുവെങ്കിലും, പൊതുവായിട്ട് എഴുതുവാൻ ആഗ്രഹിച്ചുവെങ്കിലും, ഇപ്പോൾ ഇവിടെ ചില കലഹങ്ങളൊക്കെ ആ സമയങ്ങളിൽ നടക്കുന്നതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാണ്. അത് എന്താണ് പറയുന്നത് അവിടെ? നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഇവിടെ നമ്മൾ യൂദയുടെ ലേഖനത്തിൽ പറയുമ്പോൾ നമുക്കറിയാം, അവിടെ കാണുന്ന വിശ്വാസത്തിന് അതിവിശുദ്ധ വിശ്വാസം എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ഈ കേട്ടിരിക്കുന്നവരല്ലാണ്ട് നമ്മൾക്ക് അതിൽ നിന്ന് ഒരു പൊടി വ്യതിയാനം വരുന്നില്ല എന്നുള്ള, വ്യത്യാസം വരുന്നില്ല. നമുക്ക് വ്യത്യാസം വരണം. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന 2 തിമോത്തി 1:5 വരുമ്പോൾ, 2 തിമോത്തി 1:4-5 ആ ഭാഗത്ത് വരുമ്പോൾ, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനമാണ്. 2-ാം ലേഖനത്തിൻ്റെ 1:4-5 വാക്യം വരുമ്പോൾ അവിടെ പറയുന്നു, ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനഃസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എവിടെ സ്തോത്രം ചെയ്യാൻ കഴിയുന്നത്?
നമ്മൾ ഈ വലിയ ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്ന സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞത് മാത്രം കേട്ടിട്ടുള്ളൂ. അത് ഞാൻ ആരും കുറ്റപ്പെടുത്താനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ആ സ്തോത്രം വരേണ്ടടുത്ത് സ്തോത്രം വരണം. അതെ, അത് നമ്മുടെ ഹൃദയത്തിൽ വരണം. ഇവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കിയിട്ടും കാര്യമില്ല. പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധയോടെ, അതെ, അവിടെ പറയുന്നത് ഇതാണല്ലോ. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മയിലും ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു. ഇവിടെ തീമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ ആ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവിടെ നിന്ന് നിന്റെ അമ്മയിലും അവിടെ പറയുന്ന കാര്യം വലിയമ്മയിലും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അവരുടെ വിശ്വാസം പിന്തുടർന്ന നിനക്കും അതേ വിശ്വാസമുണ്ടെന്ന് ഞാൻ കരുതുന്നു. പൗലോസ് പറയുന്നതിൻ്റെ ആശയം അതാണ്. അതേ വിശ്വാസമുണ്ടെന്ന് അതിൻ്റെ താഴെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ അത് ഒന്നാമത് വിലയേറിയ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു. രണ്ടാമത് അതിവിശുദ്ധ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നു. അതുപോലെ നിർവ്യാജ വിശ്വാസത്തെക്കുറിച്ച് 2 തിമോത്തി 1:5 പറയുന്നു. ഇനി അടുത്തതായിട്ട് ഒരു നിറഞ്ഞ വിശ്വാസത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അതായത് നിറഞ്ഞ വിശ്വാസം, അതായത് പൂർണ്ണതയുള്ള വിശ്വാസം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് മത്തായി 17:21 വേദഭാഗം വായിക്കുമ്പോൾ, നിങ്ങൾ പുസ്തകം കിട്ടിയാൽ വായിച്ചോളൂ. അല്ലാതെ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ ഇരുന്നോളൊന്നും നിർബന്ധമൊന്നുമില്ല, വായിച്ചാൽ കിട്ടും. അവിടെ 17:21 വേദഭാഗത്ത് വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം നോക്കുക. അവിടെ പറയുന്നത് ഇതാണ്: നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. അപ്പോൾ ഇവിടെ എന്താണുള്ളത്? അവിടെ എന്താ സംഭവം നടന്നിട്ടുള്ളത്? പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണ് ചന്ദ്രരോഗിയായ ഒരു മകനെയും കൊണ്ട് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി അവർക്കതിനെ നീക്കിക്കൂടാൻ കഴിയാതെ വന്നപ്പോൾ, പ്രിയമുള്ളവരെ, അവിടെ നിന്നും ആ മനുഷ്യൻ വീണ്ടും കർത്താവിനോട് ഈ ആവശ്യം ഉന്നയിക്കുകയാണ്. ആ ഉന്നയിച്ച ആ ആവശ്യത്തിന്മേൽ ഇവർക്കത് നടത്തിക്കൂടാതെ ഇപ്പോൾ കർത്താവ് അത് ചെയ്തപ്പോൾ മാറിയല്ലോ, പറഞ്ഞപ്പോൾ പോയല്ലോ എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ ആ സംശയം കുടുങ്ങിയതുകൊണ്ട് പറയുന്ന കാര്യമാണ്. അവൻ അവരോട് ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ അത് നടക്കാതിരുന്നത്, ആ ജാതി പോകാതിരുന്നത്, ആ ചന്ദ്രരോഗി രക്ഷപ്പെടാതിരുന്നത്, ആ ചന്ദ്രരോഗിക്ക് സൗഖ്യം വരാതിരുന്നത് നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ, എന്നിട്ട് പിന്നെ പറയാണ്, നിങ്ങൾക്ക് അത് കടുകുമണിയോളം വിശ്വാസം. കടുകുമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച സുന്ദർ സാർ ആ കടുകുമണി പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറയുന്നു ചേട്ടാ, സാറിനത് അതിൻ്റെ ആശയം മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഞാൻ അറിയില്ല എന്നല്ല പറഞ്ഞാൽ, ആശയം മനസ്സിലായിട്ടും അത് പറയാൻ വിട്ടുപോയതാണ്. കടുകിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണതയുള്ളതാണ്. അത് വെട്ടി നോക്കിയോ മുറിച്ച് നോക്കിയോ അതിന് ചുഴിയോ ചുളുക്കോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നിറഞ്ഞിരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. വെളിച്ചെണ്ണ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങിട്ട് കടകട എന്ന് പറയും, ഒരെണ്ണം പോലും പൊട്ടാതെയും വരില്ല. പ്രിയമുള്ളവർ, അങ്ങനെ ഒരു നിറഞ്ഞ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആ നിറഞ്ഞ, എന്നിട്ട് പിന്നെ താഴേക്ക് വരുമ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവിടെ എങ്കിലും പ്രാർത്ഥന ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കുക, അവിടെ പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. ഇന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാലും നീങ്ങില്ല. എന്നാ കാരണം? വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഇത് പറയാൻ പറ്റുമോ? എന്നല്ല, അവർക്ക്, ആ കേട്ടിരിക്കുന്ന ശിഷ്യന്മാർക്ക് പൂർണ്ണമായ ഒരു വിശ്വാസം ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം പറഞ്ഞത്. പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പോൾ വല മാറ്റാനും തല മാറ്റാനും ഒന്നുമല്ല. കർത്താവ് പറഞ്ഞതിൻ്റെ ആശയവും കർത്താവ് പറഞ്ഞ കാര്യങ്ങളും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണത്തെ എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു നിറഞ്ഞ വിശ്വാസം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചില ആളുകൾക്ക് അല്പവിശ്വാസം, അല്പവിശ്വാസം, കുറച്ചൊക്കെ വിശ്വസിക്കും, കുറച്ചൊക്കെ വിശ്വസിക്കില്ല. മുഴുവൻ കള്ളത്തേക്കാൾ അപകടകാരിയാണ് അല്പവിശ്വാസികൾ. എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് പൂർണ്ണതയുള്ള ഒരു വിശ്വാസമായിരിക്കണം, പൂർണ്ണ ഹൃദയത്തോടും. അങ്ങനെയാണല്ലോ പറയണേ കൽപ്പനയിൽ. അല്ലാണ്ട് പാതി ഹൃദയം വെച്ചല്ല. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ പൂർണ്ണമായ വിശ്വാസം വേണം. ഇവിടെ നോക്കുക, ആ അല്പവിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേട്ടു. ഇനി ഈ
എന്നാൽ നിറഞ്ഞ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടു. കടുവമണിയുടെ ഉദാഹരണം പറയുന്നു. ഈ അല്പവിശ്വാസിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. മത്തായി 14:31 വാക്യം ഒന്ന് വായിക്കും. 14:31 അവിടെ പറയുന്നത്, യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറയുകയാണ്. ആരോടാ പറയണത്? പത്രോസിനോട്. സന്ദർഭം എന്താണ്? പടയിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് കടന്നു വരുന്ന ആ വ്യക്തി ആരെന്ന് ഇവർക്ക് മനസ്സിലാകാതെ വന്നപ്പോൾ അത് ഭൂതമാണെന്ന് വിചാരിച്ച് ഇവർ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ അത് പിന്നീട് അത് മനസ്സിലാക്കുകയാണ്. ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ഇത് കർത്താവാകുന്നു എന്ന് പറയുന്നു. കർത്താവ് ആകുന്നു എങ്കിൽ ഒരു കാര്യം ചെയ്യേ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വള്ളത്തിലിരിക്കുന്ന ആൾ വെള്ളത്തിലേക്ക് കാല് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതേ പോവുകയാണ്, അത് നശിച്ചു പോവുകയാണ്. അപ്പം തന്നെ അയ്യോ, അവിടെയാണ് പറഞ്ഞത് അല്പവിശ്വാസി എന്ന് പറയുന്നത്. നീ എന്തിനു സംശയിച്ചു? നമ്മൾ അത് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, സംശയിക്കുന്നവന് അല്പവിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാൻ കഴിയില്ല. പൂർണ്ണമായ വിശ്വാസം വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ കഴിയൂ. നിങ്ങൾ ദൈവത്തിൽ വളർച്ച പ്രാപിക്കൂ, അല്ലാതെ ഒന്നും വളർച്ചയും വരില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, അപ്പോഴിവിടെ അല്പവിശ്വാസമുണ്ട്. ഇനി വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുക, അവിശ്വാസമാണ്. വിശ്വാസത്തിൽ തന്നെ അവിശ്വാസമുണ്ട്, ഇല്ലേ? മർക്കോസ് 9:19 ഒന്ന് വായിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ആ കാര്യങ്ങൾ അറിയാൻ കഴിയും. 9:19 പറയുമ്പോൾ മർക്കോസ് 9:19 പറയുകയാണ്, അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും എന്നാണ് പറയുന്നത്. ശിഷ്യന്മാരോടാ പറയണേ. അവിടെ നോക്കുക, കൂടെയിരിക്കും അല്ല, നിങ്ങളോട് കൂടെ നിങ്ങളെ പൊറുക്കും എന്നാണ് അവിടെ കർത്താവ് പറയുന്നത്. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരും. സാഹചര്യം എന്താണ്? അത് അവിടെയും ഇതാണ്. ഈ അവിടെയും സുഖമില്ലാത്ത ഒരാളുമായിട്ട് വരുമ്പോഴാണ് അവിടെ നടക്കുന്ന ഒരു ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. അത് അവനെ അവിടെ വെച്ച് എവിടെ പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ലുകടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. അവിടെയാണ് കർത്താവ് ഒരു ശാസന രൂപത്തിൽ പറയുന്നത്, അവൻ അവരോട് അവിശ്വാസമുള്ള തലമുറയെ എന്ന് പറയുന്നത്. അപ്പോൾ അവിശ്വാസമുള്ള അവസ്ഥ, വീണ്ടും നിർജീവ വിശ്വാസം. വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ ഓരോ ഭാഗത്തും ബൈബിൾ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ നമ്മളാരും പറയുന്ന കാര്യമല്ല. നിർജീവ വിശ്വാസം. യാക്കോബ് 2:17 യാക്കോബ് 2:17 വാക്യത്തിൽ പറയുന്നു. നിർജീവ വിശ്വാസത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതൊന്ന് നോക്കാം. യാക്കോബ് 2:17 അവിടെ പറയണം. ഞാൻ വായിക്കാം, നിങ്ങൾ വായിക്കണ്ട. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വായിച്ചാലും കൃത്യമാവില്ല. സഹോദരന്മാരെ 17 പ്രവർത്തികളിലില്ലാത്തതാകയാൽ സ്വതവേ നിർജീവമാകുന്നു. അങ്ങനെ വിശ്വാസവും പ്രവർത്തികളിലില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. വിശ്വാസം എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അത് പ്രവൃത്തിപഥത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് ആ വിശ്വാസം നിലനിൽക്കുന്നത്. പലപ്പോഴും പ്രവൃത്തിപഥത്തിലേക്ക് വരുമ്പോൾ നാം വീണു പോവുക, പലപ്പോഴും കൈവിട്ടു പോവുക. അപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത്, മുമ്പ് പറഞ്ഞ വിശ്വാസങ്ങളിൽ ഏത് തരത്തിലുള്ള വിശ്വാസമാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ നോക്കൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കുക, ഒന്നാമത് വിലയേറിയ വിശ്വാസമെന്ന് പത്രോസ് പറയുന്നു.
അതിവിശുദ്ധ വിശ്വാസമെന്ന് അത് യൂത പറയുന്ന 20-ാം വാക്യത്തിൽ വ്യാജ വിശ്വാസമെന്ന് തിമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ 2 ലേഖനം 1:5 പറയുന്നു. നിറഞ്ഞ വിശ്വാസമെന്ന് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു. അല്പവിശ്വാസം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നു. അവിശ്വാസം എന്ന് അത് മർക്കോസ് 9:19 പറയുന്നു. നിർജീവ വിശ്വാസം എന്ന് യാക്കോബ് 2:17 പറയുന്നു. അവിടെ ആ യാക്കോബ് 2:17 കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് പറയുമ്പോൾ അതിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അത് തന്നെ പറയുകയാണ്. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ഇറക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ എന്നിട്ട് പറയാണ്, പ്രവൃത്തിയിലില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? പ്രവൃത്തിയിലില്ലാത്ത വിശ്വാസം നിർജീവമെന്ന്, അതെ അവിടെ പറയണം, നിർജീവമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് നമ്മൾ നടത്തിയത്. എവിടെയൊക്കെ എന്തൊക്കെയാണ് ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്നുള്ളതാണ്. ഇനി നമുക്ക് അറിയേണ്ടത്, നമ്മൾ ഒന്നാമതായിട്ട് വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നുള്ളത്. പോയിന്റുകളായിട്ട് ഇതിനെ പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ അത് പതിയാൻ വേണ്ടിയിട്ടാണ്. വിശ്വാസത്തിൽ നിലനിൽക്കണം. പ്രവൃത്തി 14:21 എടുക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, പ്രവൃത്തിയുടെ പുസ്തകം 14:21 വാക്യത്തിൽ വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ യാന്ത്രികരും മറ്റുള്ള വിശ്വാസികളോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യം ഇതാണ്. അതായത് അവിടെ പറയുന്നത് പട്ടണങ്ങളിലേക്ക് മടങ്ങി വന്ന് അത് ശേഷം പറയുന്ന കാര്യമാണ്. അത് വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. ഇവിടെ ശിഷ്യന്മാരുടെ മനസ്സിന് ഇളക്കം തട്ടുന്ന അവസ്ഥകൾ ഉണ്ടായി എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് അത് പറയുന്നത്, ഇല്ലാതെ പറയേണ്ട കാര്യമില്ല. ആ ശിഷ്യന്മാരുടെ മനസ്സിനെ ഇപ്പോൾ ഒരു സഭ നടത്തുമ്പോൾ ആ സഭയിലുള്ള അംഗങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുവാൻ, ഉറപ്പാക്കുവാൻ, അത് അവരുടെ ഹൃദയത്തിൽ അവരിപ്പോൾ ലോകപ്രകാരം ചിന്തിച്ച് വേറെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ആത്മപ്രകാരം തന്നെ വേറെ പോവുകയാണെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമായി ഓർപ്പിക്കട്ടെ, ഇവിടെ നമ്മൾ ആ മാറ്റം ഇപ്പോൾ ഒരു സഭയിൽ നിൽക്കാൻ അവിടുത്തെ സാഹചര്യക്കുറവുകൊണ്ട് മറ്റ് അവരുടെ പോയി കൂടുന്നു എന്നുള്ള ആ ഒരു വിഷയമല്ല ഇവിടെ ചിന്തിക്കുന്നത്. ഇവിടെ ജഡത്തിൻ്റെ ആ മോഹങ്ങളിലേക്ക് വീണ്ടും മടങ്ങിപ്പോകാതിരിക്കാൻ എപ്പോഴാണ് മടങ്ങിപ്പോകുന്നത്? അതായത് കഷ്ടങ്ങൾ വരുമ്പോഴാണ്, ബുദ്ധിമുട്ട് വരുമ്പോഴാണ്, പ്രയാസം വരുമ്പോഴാണ്. അവിടെയാണ് ഒരു മനുഷ്യൻ അത് തിരിച്ച് അത് ലോകപ്രകാരം ചിന്തിച്ച് ആ ലോകത്തിലേക്ക് മടങ്ങുന്നത്. രക്ഷിക്കപ്പെട്ടവനാണ്. മറിച്ച് കൊണ്ട് അവൻ പിന്മാറിപ്പോകുന്നത് അവന്റെ ദേഹിയിലുള്ള ആ ആശകള്, ആ ദേഹിയിലുള്ള ആ ആഗ്രഹങ്ങള്, അതെല്ലാം ആ ഇച്ഛയ്ക്ക് വഴങ്ങി അത് മുന്നോട്ട് പോകുമ്പോഴാണ് അത് ലോകപ്രകാരം പിന്നെയും അത് രക്ഷിക്കപ്പെട്ട വ്യക്തി തിരിഞ്ഞു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വന്നുകൂടിയവരൊക്കെ അനേകരായിരുന്നു. ഒക്കെ തിരിഞ്ഞു പോയതിൻ്റെ ഉദ്ദേശം എന്താ? അപ്പോൾ ഈ ദേഹിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇച്ഛാശക്തിക്ക് അനുസരിച്ച് അവൻ അത് പുറം ലോകം നോക്കി വീണ്ടും പോവുകയാണ്, മടങ്ങിപ്പോവുക. അതൊക്കെ വിട്ടുപോയവരിതിലുണ്ടാകാം, പൂർണ്ണമായിട്ടും അത് കൈവിട്ടുപോയവരുണ്ടാകാം, അല്ലാതെ നിൽക്കുന്നവരുണ്ടാകാം, അല്പമായിട്ടുള്ളവരുണ്ടാകാം. അത് മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചോ, മടങ്ങി വന്നോളൂ, അത് സ്ഥാനത്തുറച്ചു നിന്നോളൂ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അത് പറയുകയാണ് ആ 14:22 വാക്യത്തിൽ, വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണ് എന്നും എങ്കിൽ മാത്രമേ ആ ദൈവരാജ്യം നമുക്ക് സ്ഥിരമായി നിലനിർത്താൻ കഴിയൂ എന്നും അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം നടക്കുമ്പോൾ ഉണർത്തിച്ച് അവരെ ഉറപ്പിക്കുകയാണെന്ന് പലപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയുമ്പോൾ ഉപദേശി ഒരു ഉറക്കേണ്ടത് അവൻ്റെ എങ്ങനെയാ? ഉപദേശിമാർക്ക് പോലും ഒരു ഉറപ്പുമില്ല. അങ്ങനെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഉറപ്പിച്ച് ഹൃദയങ്ങളെ ഉറപ്പിച്ച് നിർത്തുന്നത് അവരെ യഥാർത്ഥമായി സ്റ്റഡി ചെയ്ത് അത് ആ വിശ്വസിച്ച വിശ്വാസത്തിൽ തന്നെ നിർത്തുക.
അതായത് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി ആയവരെ അങ്ങനെ തന്നെ നിർത്തുക. അത് തന്നെയാണ് ഉദ്ദേശം. അതിൽ നിന്ന് മടങ്ങിപ്പോകുവാൻ സാഹചര്യം ഉണ്ടാക്കരുത്. പിന്നെയും ഞാൻ ഉറപ്പിക്കട്ടെ, അത് കഴിഞ്ഞ് ഉറപ്പിച്ചു പോന്നു. അവർ സഭ തോറും മൂപ്പന്മാരെ നിയമിച്ച് എന്തിനു വേണ്ടിയാ? ഇങ്ങനെ സഭയിൽ നിന്ന് അനേകർ അത് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വിട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ മനം മാറിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ പിന്മാറ്റമായിട്ട് പോകുമ്പോഴൊക്കെയും സഭയിലെ മൂപ്പന്മാർ അവരെ ഈ ഉറപ്പിക്കലിന് ചെന്ന് കണ്ട് ഉറപ്പിക്കേണ്ട അത്യാവശ്യം ഘടകം. അത് ഞാൻ പോയിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ എന്താ അങ്ങനെ വരീസ എന്നെങ്കിലും എൻ്റെ വീട്ടിൽ വന്ന് അങ്ങനെ ഉറപ്പിച്ചു എന്ന് ചോദിക്കും. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഏതെങ്കിലും ഒരു മൂപ്പൻ അത് ആ കാര്യം ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ സഭയിൽ എന്ന് പറയുമ്പോൾ സഭയുടെ മേൽക്കോയ്മ നടത്തുക, അല്ലെങ്കിൽ സഭയെ നയിക്കുക എന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു സുവിശേഷകനേക്കായും കടുത്ത വെല്ലുവിളിയാണ്. എവിടെയും പിടുത്തം കിട്ടില്ല. വിശ്വാസികൾ പലതരത്തിലാണ് നിൽക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വിശ്വാസത്തിൽ വന്നിങ്ങനെ രക്ഷയിലേക്ക് വന്ന് സ്നാനപ്പെട്ട് വന്നെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ദൈവത്തിനും കേട്ടിട്ടാണ് അങ്ങനെ വരുന്നതെങ്കിലും പിന്നെ ഇവർക്കുള്ള അനുദിന ഡോസുകൾ ഇല്ലാതെ പോകുമ്പോൾ ഇവർ ചിലപ്പോൾ കൈവിട്ട് പോവുകയാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ ഓർക്കുക, ഞാൻ ആരെയും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ തിരുവചനപ്രകാരം മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. ആരുടെ മനസ്സാണ് ഉറപ്പിച്ചു പോകുന്നത്? കൂടെ അപ്പോസ്തലൻ്റെ കൂടെ നടന്നവരുടെ മനസ്സാണ് ഉറപ്പിച്ച് വന്നത്. അവിടെ അപ്പോസ്തലൻ പറയുന്നതും ഇതാണല്ലോ, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിലൂടെ ഈ എങ്ങനെയാണ് മറിഞ്ഞു പോകുന്നത്, ഒരാൾ തിരിഞ്ഞു പോകുന്നത് എങ്ങനെയാണ്, പിന്മാറി പോകുന്നത് എങ്ങനെയാണ്, അനേക കഷ്ടങ്ങൾ ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ട് എന്ന് മുൻകൂട്ടി പറഞ്ഞാൽ അവൻ സ്നാനം എടുക്കുമോ? ഒരിക്കലും എടുക്കത്തില്ല. എന്താ കാരണം? അങ്ങനെ കഷ്ടമുള്ള കാര്യത്തിനാണ് ഇപ്പോൾ പറഞ്ഞത്. എല്ലാവരും പ്രലോഭനം നൽകുന്നത് അവർക്കുള്ള സമ്പത്തിനോ അവർക്കുള്ള മറ്റുള്ള കാര്യങ്ങളിലോ ഒക്കെ ഇത് ഊഴം കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ പറ്റുന്നത്. അത് ഒരു വ്യക്തി യഥാർത്ഥമായിരിക്കുന്ന ഒരു ഭാവി മാനസാന്തരപ്പെട്ട് രക്ഷയിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ ശരിക്കും പറഞ്ഞ എന്താണെന്നുള്ളത്, അവൻ ക്രൂശ് ചുമക്കുന്നവനായിരിക്കണം. അവൻ ക്രൂശിൻ്റെ അടുത്തേക്കാണ് വന്നത്. ക്രിസ്തു അനുഭവിച്ച ആ അനുഭവത്തോട് ചേർത്താണ് കാണുന്നത്. അല്ലാതെ വെറുതെ ഇതൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് ആണപ്പോൾ ഒരാൾ സ്നാനപ്പെട്ടെന്ന് ചോദിച്ചാൽ അല്ല. അവർ വന്നു 4 പ്രസംഗവും കേട്ട് ഓടി പോയിട്ട് സ്നാനപ്പെട്ടു. ശരി, അതൊക്കെ ശരി. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ പ്രതികൂലങ്ങളാണ്, വലിയ സംഭവങ്ങളാണ്, വലിയ കാറ്റുകളാണ്, ആഞ്ഞടിക്കുന്ന കാറ്റുകളാണ്. അപ്പോൾ എന്ത് ചെയ്യും? ആ കാറ്റും മഴയും ഒലയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അങ്ങ് മെല്ലെ പോവുകയാണ്, പിന്നാക്കം പോവുകയാണ്. കാരണം ഇത് നമുക്ക് പറ്റിയ കേസല്ല, ഇത് നമുക്ക് നിലനിർത്താൻ കഴിയുന്ന കാര്യമല്ല. ഉപദേശിമാർ അതൊക്കെ പറയും, ഇതൊക്കെ പറയും. പക്ഷേ ഈ വചനപ്രകാരം നമുക്ക് പോകാൻ കഴിയില്ല. അല്പം കഞ്ഞിക്കുള്ളത് നമ്മൾ കാണണ്ടേ, അല്പം സമ്പാദിക്കണ്ടേ. അല്പം സമ്പാദിച്ചോ, ഇച്ചിരി കൂടിയോ, അത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. പിന്നെയും സമ്പാദിക്കണ്ടേ. ഒരു വീട് പണിത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കോ, അതുമില്ല, അടുത്ത ഷെഡ് പണിയുണ്ട് എന്ന് വേണ്ട. അതായത് സർവത്ര ആഗ്രഹങ്ങളും നമ്മെ കീഴ്പ്പെടുത്തുകയാണ്. അങ്ങനെ കീഴ്പ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, നമ്മെ ലോകപ്രകാരം അത് ക്ഷണിച്ച് അങ്ങോട്ട് തന്നെ പിശാച് കൊണ്ടുപോവുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ കൊണ്ടുപോകുമ്പോൾ. അതിനാ ഹൃദയം ഉറപ്പിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയം അങ്ങനെയാണ്, ചിലപ്പോൾ എഴുതി പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഭാഗം നിർത്തുക. ഇവിടെ രണ്ടാമതായിട്ട് വിശ്വാസത്തിൽ ഉറയ്ക്കണം. ഒന്നാമത് വിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടി അപ്പോസ്തലൻ പറയുകയാണ് അവരോട്. രണ്ടാമതായിട്ട് വിശ്വാസത്തിൽ ഉറയ്ക്കണം. കാരണം പലപ്പോഴും വിശ്വാസത്തിൽ ഉറയ്ക്കാൻ വിശ്വാസമുണ്ട്, പക്ഷെ അതിൽ ഉറപ്പില്ലാത്ത വിശ്വാസമായിട്ട് ആളുകൾ വരണം. അത് ഒട്ടും സംഭവം. ഞാൻ ഇവിടെ മാത്രമൊന്നുമല്ല, വലിയ വിശ്വാസികളുടെ കൂട്ടാന്ന് പറഞ്ഞാൽ നടക്കണോർത്തും അതിലകത്തും പലരെയും കാണുമ്പോൾ അവർക്കൊന്നും ഒരു ഉറപ്പുമില്ല, ഒന്നുമില്ല. ഇവിടെ പോയാൽ അവിടെ പോയാൽ ഒന്നും ഒരു വൃത്തിയൊന്നും കിട്ടാൻ പോകുന്നില്ല. എല്ലായിടത്തൊക്കെ കണക്കന്നെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെങ്കിലും ഒരു കുറ്റം കാണുമ്പോൾ ഓടി അങ്ങോട്ട് പോകും ചിലർ. മിക്കവാറും പേര് അങ്ങനെയൊക്കെ പറഞ്ഞാണ് പോയിട്ടുള്ളത്. അതായത് പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ നോക്കൂ, ഞാൻ അത് വായിക്കാൻ ആഗ്രഹിക്കുന്നത് അത് വിശ്വാസത്തിൽ നടക്കുന്ന കൊലോസ്യർ, അത് 2:7 വാക്യം. കൊലോസ്യ ലേഖനം 2:7. ഇവിടെ 2:7 വരുമ്പോൾ അവിടെ പറയുന്നത് ഞാൻ വായിക്കാം. അവനിൽ വേരൂന്നിയും, അതിൻ്റെ 6 മുതൽ വായിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ഇപ്പോൾ നമ്മളുടെ കൂട്ടായ്മ
വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂട്ടായ്മയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ അകന്നുകൊണ്ടിരിക്കുന്നവരോട് പറയുകയാണ്, ആ കൂട്ടായ്മയിൽ തന്നെ നിലനിൽക്കണം, ആ കൂട്ടായ്മയിൽ തന്നെ നടക്കണം. എന്നിട്ട് പറയുന്ന കാര്യമാണ് 7-ാം വാക്യം, അവനിൽ വേരൂന്നിയും. ആരിലാണ്? തമ്പിച്ചാറിലല്ല വേരൂന്നുണ്ട്, എന്നിലല്ല വേരൂന്നുണ്ട്, വരിസാറിനോടല്ല വേരൂന്നുണ്ട്, പരമസുന്ദരനാറിനോടല്ല വേരൂന്നുണ്ട്. ആരിലാണ് വേരൂന്നേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വേരൂന്നി വളരണമെന്നാണ് പറയുന്നത്. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും. അത് യൂദയുടെ ലേഖനം വായിച്ചപ്പോൾ അവിടെ അത് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ, അതെ അവിടെ പറയുന്ന വിശ്വാസത്താൽ ഉറച്ചും, സ്തോത്രത്താൽ കവിഞ്ഞുമിരിക്കണം. ഇവിടെ വിശ്വാസത്തിൽ ഉറപ്പായിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് അത് പറയുകയാണ്. കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുകയാണ്, അത് നിങ്ങൾ അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പിൻ. ഇവിടെ ആ വിശ്വാസത്തിൽ റോമാലേഖനം 16 വായിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ അറിയാം നമുക്ക്. പ്രിയമുള്ളവരെ, ഇതൊക്കെയും നമ്മളെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന അനേക സംഭവങ്ങൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് അതിൻ്റെ 17 മുതൽ ഞാൻ വായിക്കുകയാണ്. അവിടെ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചോളുവിൻ. അവിടെ പറയുന്നത് എന്താണ്? സൂക്ഷിച്ചോളുവാനാണ് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ. അതെ, അവിടെ നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറണം. നമ്മൾ വിശ്വസിച്ച പ്രമാണത്തിന് വിപരീതമായിട്ട്, അത് അപ്പോസ്തലൻ അവിടെ ശിഷ്യന്മാർ പറഞ്ഞല്ലോ, ഞങ്ങൾ വിശ്വസിച്ച അതേ അതിവിശുദ്ധ വിശ്വാസം, ആ വിശ്വാസത്തിൽ തന്നെ നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് അവരെ പ്രബോധിപ്പിച്ച് പറയുന്നത്. ഇവിടെ പൗലോസ് പറയുമ്പോൾ ആ പൗലോസ് പ്രാപിച്ച അതേ വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുന്ന സഭയോടാണ് പറയുന്നത്. അവിടെ പറയുമ്പോൾ നീ പിന്നിത്തിരിപ്പുകളും കുത്തിത്തിരിപ്പുകളും ഒക്കെ ഉണ്ടാക്കി മാറ്റിക്കൊണ്ടുപോകാനൊക്കെ ആളുണ്ടാവും. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ അതേ സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തെ വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. എന്നിട്ട് പറയണം, അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുന്നത്. അവരുടെ വയറിനെ സേവിക്കാൻ വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ വയറിനെ സേവിക്കാൻ വേണ്ടി തമ്പി സാറ് നിങ്ങളുടെയോ എൻ്റെയോ വീട്ടിൽ ഒരു ദിവസം എങ്കിലും വന്നിട്ടുണ്ടോ? ആ ചിന്തയോടുകൂടി വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ചുരുക്കം ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ പോലും പിടികിട്ടുന്ന ഒന്നാണ്. അതായത് ഒരു പ്രാവശ്യം പോലും അത് അങ്ങനെ വരേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല, സാറിന് ഉണ്ടായിട്ടില്ലാത്തത് അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവം നടത്തുന്നു എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വരും, നമ്മൾ ആ സഭയെ നിയന്ത്രിക്കുന്നത് അവർ വീടുകളിൽ വന്ന് ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ കൊടുക്കത്തവാകുന്നല്ലാതെ ചായ വല്ലതും കൊടുക്കണ്ടോ? ഞാൻ പറയട്ടെ സഹോദരന്മാർ, ഒരിക്കലും ഇന്നയോളം സഭയിലെ മൂപ്പനായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപദേശിയായിട്ടിരിക്കുന്ന ആൾ കഴിയേണ്ടത് ഇവിടെ അധ്വാനിച്ചുണ്ടാക്കിയത് അദ്ദേഹമാണ്. ആ അധ്വാനിച്ചുണ്ടാക്കിയ വിശ്വാസികളിൽ നിന്നാണ് കഴിയേണ്ടത്. അത് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇതറിയാത്തത്, പലർക്കും അത് അറിയാതെ പോകുന്നതാണ്. ഞാനത് ഉള്ളത് പരമാർത്ഥം പറയുകയാണ്. ആ വിശ്വാസികളിൽ നിന്ന് ആ കുടുംബം കഴിഞ്ഞു പോകണം, നല്ല രീതിയിൽ കഴിഞ്ഞു പോകണം, അല്ലാതെ മോശപ്പെട്ട രീതിയിലല്ല. അത് അധ്വാനിച്ച് അവരിൽ നിന്ന് തന്നെയാണ് പോകേണ്ടത്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ കാണുന്ന വിഷയവും അതാണ്. അപ്പോൾ ഏതായാലും ഞാൻ ആ വിഷയം വലുതാക്കാനായിട്ട് ആഗ്രഹിക്കുകയല്ല. അത് ചിലർക്കെങ്കിലും വിഷമം ചിലപ്പോൾ തോന്നാനിടയാവുന്നതുകൊണ്ട്. അപ്പോൾ നോക്കുക, ഇതുപോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ സ്വയം ചിന്തിക്കണം. വീണ്ടും നമുക്കറിയാം. അപ്പോൾ അവിടെ പറയുന്ന കാര്യം ഇതാണല്ലോ, അത് റോമാലേഖനത്തിൽ നമ്മൾ
നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ ചുടിച്ചുകൊള്ളുവാൻ അവരെ ആവുന്നുള്ളതാണ്. അവരവരുടെ വയറിനെ എത്രയും സേവിക്കുന്നത്. ഇപ്പോൾ ഇതിൽ വരുന്ന ഒരു ദോഷവശം ഞാൻ പറഞ്ഞുതരാം. ഈ ബൈബിൾ കോളേജുകൾ ഇഷ്ടം പോലെയുണ്ട് കേരളത്തിൽ. ഈ കേരളത്തിലുള്ള ബൈബിൾ കോളേജുകളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്നവർ 5 കൊല്ലം തേച്ചും 3 കൊല്ലം തേച്ചും കൂടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പുതിയ ആളുകളെ കാട് വെട്ടിത്തെളിച്ച് എടുക്കാൻ പെട്ടെന്ന് പണ്ടത്തെ മാതിരി നടക്കുന്ന ഒരു കാലഘട്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് പോയി വെച്ച് പിന്നെ കൂട് വെച്ച് അവിടെ ഒന്ന് തിരിപ്പിക്കും, ഇവിടെ വെച്ചൊരു കൂട് വെച്ച് അവിടെ തിരിപ്പിക്കും. അത് കുറേ കേൾക്കുമ്പോൾ അത് ശരിയാന്ന് തോന്നും, കുറേ അങ്ങോട്ട് പോകും, കുറേ ഇങ്ങോട്ട് പോകും. അല്ലാതെ ഒരിക്കലും കാട് വെട്ടിത്തെളിച്ചൊരു കൃഷി ചെയ്യുന്ന അവരല്ല. കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്താണ് കൃഷി ചെയ്ത് അതിൽ നിന്നും അവരെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നിടത്തു നിന്നാണ് ചിലരെ ഭിന്നിപ്പിച്ച് മാറ്റിക്കൊണ്ടുപോകുന്നത്. ഇത് വിഷമമുണ്ടാക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണോ? ഒന്നുമല്ല. ഞാൻ ബൈബിളിലാണ് പറയുന്നത്, വചനം പറയുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും തീർത്തു തരാം. ഞാൻ പ്രസംഗം കഴിഞ്ഞിട്ട് എൻ്റെ ഭാഗത്ത് സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ഓൾറെഡി തീർത്തു തരാം. പ്രിയമുള്ളവരെ, നമ്മൾ നോക്കുക. അപ്പോൾ അപ്പോസ്തലൻ പറഞ്ഞ കാര്യം ഇതാണല്ലോ, നമ്മൾ അങ്ങനെയുള്ളവരായിട്ട് വയ്യ. സ്നേഹത്തിൽ കുറവൊന്നും കാണിക്കണ്ട, അതൊക്കെ അതിൻ്റേതായ തെറ്റായ വശങ്ങളാണ്. സ്നേഹത്തിലും കുറവ് കാണിക്കേണ്ട, മറ്റൊന്നിലും നമ്മൾ കുറവ് കാണിക്കേണ്ട. പക്ഷേ നമ്മൾ വിശ്വാസപരമായിട്ട് നമ്മൾ ഉറച്ച വിശ്വാസത്തിൽ നിലനിൽക്കണം. വിശ്വാസപരമായിട്ട് നമ്മൾ മറ്റ് രീതിയിൽ പിന്നെ ഒരു ഇതിലേക്ക് ചേഞ്ച് ഇടാവേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും അത് അടുത്തതിലേക്ക് കടന്നു വരാം. വിശ്വാസത്തിൽ നമ്മൾ ഉറക്കണം. പ്രിയമുള്ളവരെ, കൊലശിലകനും 2:7 പറയുന്നതാണ്, ക്രിസ്തുവിൽ വേരൂന്നണം. നമ്മൾ തായിയായി കൊടുക്കേണ്ടടുത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പലരും വീണു പോകുന്നത്. തായിയായിട്ട് നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ്. ആർക്ക് കൊടുക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലായാലും പിന്നെയും കൊടുക്കുന്നത് മനുഷ്യർക്കാണ്. അവിടെയാണ് നമ്മൾ താണു പോകുന്നതും വീണു പോകുന്നതും. നമ്മളെ രക്ഷിച്ച ആ രക്തം കർത്താവിൻ്റെ രക്തമാണ്. നമ്മളെ വീണ്ടെടുത്ത രക്തം കർത്താവിൻ്റെയാണ്. തമ്പിസാറിൻ്റെ അല്ല, എൻ്റെ അല്ല, ഈ സഹോദരൻ്റെ അല്ല, ആ സഹോദരൻ്റെ അല്ല, ഇവിടെ ഇരിക്കുന്ന സഹോദരൻ്റെ അല്ല. ആ രക്തം ചിന്തി നമുക്ക് വേണ്ടി, അതായത് വീണ്ടെടുത്ത യേശു ക്രിസ്തുവിനെ തന്നെയായിരിക്കണം. ആ യേശു ക്രിസ്തു തന്നെയാണ് ചോദിച്ചാലും. ഇവിടെ നോക്കൂ, വീണ്ടും നമുക്ക് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചു, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ വിശ്വാസത്തിൽ ഉറക്കണമെന്നും ഈ അപ്പോസ്തലൻ പറയുകയാണ്. വീണ്ടും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസത്തിൽ പോരാടണം. ഒരു പോരാട്ടമുണ്ട്. ഇതൊക്കെ ചെറിയ കാര്യമാണെന്ന് വിചാരിച്ചാണ് വിശ്വാസം എന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും നടന്ന പോരാട്ടമുണ്ട്. യൂദയുടെ ലേഖനം എടുക്കാം. അവിടെ 3-ാം വാക്യം ഒന്ന് വായിക്കാം. യൂദയുടെ 3-ാം വാക്യം ഞാൻ വായിക്കാം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്കയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ അതായത് യൂദ പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ. പ്രബോധിപ്പിച്ചെഴുതുവാൻ എനിക്ക് ആവശ്യം തോന്നി. പൊതുവായിട്ടുള്ള ഒരു കാര്യം പറയാൻ ആഗ്രഹിച്ച ആളിപ്പോൾ പ്രബോധിപ്പിച്ചെഴുതുവാനായിട്ട് ചിന്തിക്കുകയാണ്. പെട്ടെന്നൊരു ചേഞ്ച്. എന്താ കാരണം? വേറെ ഒന്നുമല്ല. ഇവിടെ പറയുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന അതെ വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് തോന്നി. ഈ ആവശ്യമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഭാഗം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉദ്ധരിക്കാനും ഇന്ന് സമയം ഉപയോഗപ്പെടുത്താനും തീരുമാനിച്ചത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസ ജീവിതത്തിൽ ഒരു വലിയ പോരാട്ടമുണ്ട്. ആ പോരാട്ടം എന്താണ്? നമുക്ക് അത് അറിയാം. ലോകപ്രകാരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട എന്നല്ല, ആവശ്യങ്ങളിലൊക്കെ ചിന്തിക്കണം. പക്ഷേ അത് അനധികൃതമായി പോകരുത്. അപ്പോൾ തന്നെയും വിശ്വാസത്തിന് വേണ്ടി ഒരു പോരാട്ടമുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങൾ അത് ഈ ആലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്പം പ്രയാസമൊക്കെ കഴിച്ചു വേണം കൊണ്ടുവരാൻ. ആരും ചിലപ്പോൾ ആ തക്ക സമയത്ത് വന്നെന്ന് വരില്ല.
ആ കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് അവർ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വരാൻ സാധ്യത. അതായത് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അത് പറഞ്ഞല്ലോ, അമ്മ ലൂയിസിലും വലിയമ്മയിലും ആയിരുന്നു അതേ വിശ്വാസം അവിടെ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞല്ലോ. പ്രിയമുള്ളവർ, വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കൊണ്ടുവരേണ്ടത് ഒരു ചെറിയ കഷ്ടമായിരിക്കാം. ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, ചിലപ്പോൾ തല്ലേണ്ടി വരാം, ചിലപ്പോൾ അത് അനുസരിക്കാതെ വരുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. എന്നിരുന്നാലും കൊണ്ടുവരണം. ഒരു പോരാട്ടം അവിടെ ആവശ്യമാണ്. നമ്മൾ മാത്രം അല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരേണ്ടതിന് ഒരു പോരാട്ടം ആവശ്യമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു കാനാൻ, അത് പഴയ നിയമം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം കാനാൻ കടക്കാൻ നേരത്ത് അവിടെ സംഭവിച്ചതായ അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു, കടക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ അത് സ്വർഗീയമായിരിക്കുന്ന അത് ദൈവപുത്രൻ പറഞ്ഞതായ ആ നിത്യവാസ സ്ഥലത്തേക്ക് പോകേണ്ടതിന് ഈ ഭൂമിയിൽ തന്നെ ഒരു പോരാട്ടം നടത്തണം. മറ്റൊന്ന്, പലപ്പോഴും പലർക്കും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നതിലുള്ള പോരാട്ടം. അപ്പോൾ വിശ്വാസം കെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ആ കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെ വളർത്തി വിദ്യാഭ്യാസം ചെയ്യിച്ച് അത് പള്ളിയിൽ കൊണ്ടുപോയി അതിനെ നടത്തിയെടുക്കുന്ന ഒരു ചുമതലാബോധം അത് വീട്ടിൽ തന്നെ ഉണ്ടാകണം. അത് സംഭവിക്കുമ്പോൾ നമുക്ക് വലിയൊരു പോരാട്ടമുണ്ട്. വിശ്വാസ ജീവിതം നിലനിർത്തുന്നതിന് ഒരു പോരാട്ടം. പിന്നെയും നമുക്ക് പിന്നെയുള്ള പോരാട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് രോഗങ്ങൾ വരുമ്പോൾ, പലപ്പോഴും രോഗങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള വലിയൊരു പോരാട്ടം അവിടെയും നമുക്ക് നിലനിൽക്കുകയാണ്. മാത്രവുമല്ല, ഈ പോരാട്ടം എവിടം വരെ വേണം? നമ്മൾ വിശ്വാസത്തിൽ നിന്ന് വീണു പോകുവാൻ സാധ്യത എവിടെയുണ്ടോ അവിടെയാണ് പോരാടേണ്ടത്. അല്ലാതെ വേറൊന്നുമില്ലല്ലോ. കൃത്യമായിട്ട് കുറച്ചുകൂടെ സ്റ്റഡി ചെയ്താൽ നിങ്ങൾക്ക് ഈ ഇതിൽ ഇരിക്കാൻ തോന്നില്ല. അപ്പോൾ നമ്മൾ ആ നിത്യരാജ്യത്തിൻ്റെ അവകാശികളായി നമ്മളെ തിരഞ്ഞെടുത്തുവെങ്കിലും അത് പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് ഒരു വലിയ പോരാട്ടത്തിൽ കൂടിയായിരിക്കണം. ആ പോരാട്ടം ഇല്ലെങ്കിലുണ്ടല്ലോ നടക്കില്ല. അതിനെ ചെറുത്ത് നിൽക്കാൻ, അതിന് എന്ത് നഷ്ടം വന്നാലും, ഞാനേ സങ്കീർത്തനത്തിൽ പഴയ നിയമത്തിലേക്ക് അധികം ഓടിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിലും സങ്കീർത്തനത്തിൽ ഒരു വേദഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പതിനാറ് 24 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടുപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയിരിക്കുന്നവൻ. അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവിടെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, നമ്മൾ സത്യം ചെയ്തിട്ട് ഛേദം വരരുത്. സത്യം ചെയ്തിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ സത്യം ചെയ്യുകയാണ്. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ എന്നാണ് അവിടെ പറയുന്നത്. 14 സങ്കീർത്തനത്തിലും അത് പറയുന്നുണ്ട്. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. അവിടെ ആ വചനം അങ്ങനെയാണ് പറയുന്നത്. പ്രിയമുള്ളവർ, നമ്മൾ ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്തു. ആ ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്തിട്ട് പിന്നെ എന്താണ്? ഒരിക്കലും മാറിക്കൂടാ. മാറാത്തവനായിട്ട് നിൽക്കണം. വിശ്വാസത്തിൽ ഉറപ്പായാലേ അങ്ങനെ പോയി കഴിയൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഒരു പോരാട്ടം നമുക്കുണ്ട്. അത് ജഡത്തിൻ്റെ പോരാട്ടമാണ്, അല്ലാണ്ട് വേറെ എവിടുത്തെ പോരാട്ടമല്ല. അത് ആത്മാവിനെ നിലനിർത്തേണ്ടി വരുന്ന ജഡത്തിലെ പോരാട്ടമാണ് ആ പോരാട്ടം. ആ പോരാട്ടത്തിൽ നമ്മൾ ജയിച്ചാൽ നമ്മൾ നിത്യ യോഗ്യമായ സ്ഥലത്തെത്തും. അല്ലെങ്കിൽ എത്താൻ പറ്റൂല.
ഇവിടെ അപ്പോൾ നമുക്ക് ഭൗതികമായ ആവശ്യങ്ങൾ നടത്തിയെടുക്കുന്നതിനുള്ള പോരാട്ടമുണ്ട്, രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള പോരാട്ടമുണ്ട്, നമ്മുടെ വിശ്വാസം നിലനിർത്തുന്നതിനുള്ള പോരാട്ടമുണ്ട്. ഇങ്ങനെ പോരാടി ജയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ അവകാശം പൂർണ്ണമായി ലഭിക്കുമെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അത് പറയുന്ന ആളുകളെ നമുക്ക് നോക്കാം. വീണ്ടും അടുത്തത് പറയുന്നത് വിശ്വാസത്തിൽ സമ്പന്നരായിരിക്കണം. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിശ്വാസത്തിൽ നമ്മൾ സമ്പന്നരായിരിക്കണം എന്നാണ് പറയണത്. ആരാ പറയണത്? യാക്കോബിൻ്റെ ലേഖനം എടുക്കുമ്പോൾ അതിൻ്റെ 2:5 വാക്യം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായമാണ് വായിച്ചത്. 2:5 അവിടെ പറയുന്നത് എന്താണ്? 2:5 വാക്യത്തിൽ പറയുന്നു, പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ എന്നാണ്. ഇവിടെ പറയുന്നത് ഇതാണ്, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും. നമ്മളൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വാസത്തിൽ സമ്പന്നരാണ്. ഈ അധികമാനം പണം ഉണ്ടായിരിക്കുന്ന ഒരു വിശ്വാസത്തിൽ സമ്പന്നത ഇല്ലാതില്ല, പക്ഷെ എന്നാലും അങ്ങനെ വരാറില്ല. ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരാണ് വിശ്വാസത്തിൽ സമ്പന്നതയുടെ മുമ്പിൽ എന്ന് തിരുവചനം ഇവിടെ ഉറപ്പിക്കാം. അവർക്ക് പ്രഥമ സ്ഥാനം അവിടെ കൊടുത്തിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയുന്നതും അങ്ങനെയാണ്. അപ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ കേൾപ്പിൻ, വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? അതായിട്ട് ദരിദ്രനെ നിങ്ങൾ അപമാനിക്കുന്നു. ഇപ്പം നമ്മൾ ഇതിലൊരു വളരെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാൾ ഭൗതികമായോ ആത്മീയമായോ ദരിദ്രനാണ്. ചിലരുമായിട്ട് വചനം പറയുമ്പോൾ ചിലപ്പോൾ അറിവ് കേട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊരു പരിഹാസമൊക്കെ ചിലപ്പോൾ അറിയുന്നു എന്നുള്ള ഭാവത്തിലുണ്ടാവും. അതങ്ങനെ പാടില്ല. അവരെ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ സമ്പന്നരാക്കി കൊണ്ടുവരണം, ദൈവവചനത്തിൽ സമ്പന്നരാക്കി കൊണ്ടുവരണം. അതാണ് അവൻ്റെ ചുമതല. അറിയുന്നവൻ്റെ ചുമതല എന്താണ്? അവരെ സമ്പന്നരാക്കി എടുക്കാന്നുള്ള. ഞാൻ സമ്പന്നനാണ് ഈ വചനത്തിൽ എങ്കിൽ മറ്റുള്ളവരെയും സമ്പന്നതയിലേക്ക് നടത്തണം. അപ്പോൾ ഇവിടെ പറയുന്നു നോക്ക്, അത് ഭൗതികമായും കൂട്ടിയോ ആത്മീയമായും കൂട്ടിയോ അതിനൊന്നും കുഴപ്പമില്ല. തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്രനെ നമ്മൾ ആ രീതിയിൽ കാണണം. ആ ദരിദ്രനായിട്ട് കാണണം. ജീവൻ്റെ വചനം ആ അറിവ് കുറവാണെങ്കിലും അതങ്ങനെ കാണരുത്. ഭൗതികമായി ഇല്ലെങ്കിലും അവരങ്ങനെ കാണരുത്. അവരെല്ലാം കൂട്ട അവകാശികളാണ്, സഭയോട് ചേർന്നവരാണ്, നമ്മുടെ സഭയുടെ അവയവങ്ങളാണ്. സഭ അവയവങ്ങളായിരിക്കുന്ന പോലെ ഒന്നായി ചേർന്നിരിക്കുന്നു. അത് നമ്മുടെ തലയോട്ടിയോട് ചേർന്നിരിക്കുന്ന മാതിരി, ശരീരം നമ്മളുടെ കയ്യ് നമ്മുടെ ശരീരത്തോട് ചേർന്നിരിക്കുന്ന മാതിരി, ഭാര്യ ഭർത്താവിനോട് ചേർന്നിരിക്കുന്ന മാതിരി. അപ്പോൾ ഒരു ശരീരമാണ്. ആ ശരീരത്തെയാണ് നമ്മൾ കാണേണ്ടത്. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും വരട്ടെ. അവിടെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മളെ. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം. അതായത് ഇപ്പം നമ്മൾ ആദ്യമേ കേട്ടു, വിലയേറിയ വിശ്വാസത്തെക്കുറിച്ച് പത്രോസ് പറയുന്നു, അതിവിശുദ്ധ വിശ്വാസത്തെക്കുറിച്ച് യൂദ പറയുന്നു, നിർവ്യാജ വിശ്വാസത്തെക്കുറിച്ച് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, നിറഞ്ഞ വിശ്വാസത്തെക്കുറിച്ച് മത്തായി 17:21 പറയുന്നു, അല്പവിശ്വാസത്തെക്കുറിച്ച് മത്തായി 14:31 പറയുന്നു, അവിശ്വാസത്തെക്കുറിച്ച് മാർക്കോസ് 9:19 പറയുന്നു, നിർജീവ വിശ്വാസത്തെക്കുറിച്ച് യാക്കോബ് 2:7 പറയുന്നു. പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ അത് പൊതുവായിട്ടുള്ള വിശ്വാസത്തിൻ്റെ രീതികളെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞത് ഇതാണല്ലോ. ഒന്ന്, വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം. അതിന് അപ്പോസ്തലനായ പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ അവരെ ഉറപ്പിച്ചു നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. രണ്ടാമതായിട്ട് വിശ്വാസത്തിൽ ഉറയ്ക്കണം.
അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അത് പ്രത്യേകമായിട്ട് ആ കൂട്ടായ്മയിൽ ഉറച്ചു നിൽക്കുന്നതിനെ പറ്റി, ഉറപ്പായിരിക്കുന്നതിനെ പറ്റി പറയുന്നു. മൂന്നാമതായിട്ട് വിശ്വാസത്തിൽ പോരാടണം. യൂദയുടെ ലേഖനത്തിൽ ആ പോരാട്ടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നമുക്ക് ഭൗതികമായുള്ള പോരാട്ടത്തിലൂടെ മാത്രമേ അവിടേക്ക് അതിനെ നിയന്ത്രിച്ച് ആത്മപ്രകാരം എത്തുവാൻ കഴിയുകയുള്ളൂ. വിശ്വാസത്തിൽ സമ്പന്നരാകണം. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുകയുണ്ടായി. പ്രിയമുള്ളവർ, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് പെട്ടെന്ന് വിരാമം കുറിക്കാം. അതായത് വിശ്വാസം കാക്കണം. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ വിശ്വാസം കാത്തു സൂക്ഷിക്കണം എന്നുള്ളത്. പലപ്പോഴും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ പോകരുത്. അവസ്ഥ ഇത്രയൊക്കെ ഉണ്ട്. ശരി, അവസരം വന്നാൽ കാത്തു സൂക്ഷിക്കുന്നതിൽ നമ്മൾ ഫെയിലിയറാകരുത്. നോക്കൂ, ഇവിടെ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. 2 തിമോത്തി 4-ന്റെ 6-ാം വാക്യം, 6-7 വാക്യം വായിക്കാം. എന്നാലും 6-ാം വാക്യം വായിക്കാം. 2 തിമോത്തി 2-ാം അധ്യായം അതിൻ്റെ 4-ന്റെ 6. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിപ്പിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിങ്കൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർക്കും കൂടെ. പൗലോസ് അത് എടുത്തു. ഇനി വേറെ ആർക്കും കിട്ടില്ലെന്നല്ല പറഞ്ഞത്, മനസ്സിലായോ? അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും. പ്രിയമുള്ളവർ, ഒരു കാര്യമുണ്ട്. പൗലോസിൻ്റെ ആ മിഷണറി യാത്രയും വേർതിരിച്ചതിന് ശേഷമുള്ള ഓട്ടവും അതിൽ നിന്നും താൻ അനുഭവിച്ച അനുഭവങ്ങളൊക്കെ ലേഖനം വഴി നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പറയുകയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വെളിപ്പാടുണ്ടായിരുന്നു. അതായത് ഇനി ഞാൻ അധികം പോകില്ല എന്നുള്ള ഒരു വെളിപ്പാട് അവർക്ക് ഉള്ളിലുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം അത് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് അതിൻ്റെ 7-8 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് വായിച്ചേക്കാം. 12-ന്റെ 8 ആ ഭാഗം വരുമ്പോൾ അവർക്കൊക്കെ ഒരു വെളിപ്പാടുകളുണ്ടായിരുന്നു. അത് അവരുടെ ആ നിര്യാണകാലം അടുക്കുമ്പോൾ പത്രോസും അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ പിതാക്കന്മാർ, പൂർവ്വ പിതാക്കന്മാർക്കത് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല, ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ വരട്ടെ. ഇവിടെ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഈ നല്ല പോർ പൊരുതു എന്ന് പറഞ്ഞാൽ ധനികനായ ഒരു മനുഷ്യൻ ക്രിസ്തുവിന് വേണ്ടി മാറ്റപ്പെട്ടു. തീർത്തും അവൻ്റെ ജീവനെ മാത്രം കണ്ടുകൊണ്ട് മാറ്റപ്പെട്ടു. ജഡത്തിൻ്റെ സകല മോഹങ്ങളെയും അത്